പകൽക്കാലം നിങ്ങളുടെ മധ്യേ ദൈവവചനവുമായി നിൽപ്പാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. ജീവനും ചൈതന്യവുമുള്ള വചനം ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ഇടപെടുമാറാകണമേ. അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വിശുദ്ധ പകൽക്കാലം നാം ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഇതാണ്: എങ്ങനെയാണ് പിശാച് വ്യക്തികളെ പിന്മാറ്റത്തിലേക്ക് നയിക്കുന്നത്? ഈ വിഷയം ചിന്തിക്കുവാൻ കാരണം പലപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റ് മീഡിയകളിലൊക്കെ കാണുമ്പോൾ ഒരു കാലത്ത് ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തികൾ പിന്നീട് ദൈവപ്രവർത്തിക്കെതിരായി സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, എന്താണ് ഇതിൻ്റെ കാരണം? അപ്പം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ ചിന്തിപ്പിച്ച ചില ആലോചനയാണ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നത്. ഞാനിത് പറയുന്നതിന് മുമ്പ് എൻ്റെ പ്രാക്ടിക്കൽ അനുഭവം കൂടെ പറയാം. ഒരിക്കൽ ആരാധിച്ചുകൊണ്ടിരുന്ന് ദൈവ പൈതലായി അറിയപ്പെട്ട പല വ്യക്തികളും പിന്മാറിപ്പോയ ഒരു 10 പേരെയെങ്കിലും ഇപ്പോഴും എനിക്ക് കാണിക്കാൻ തരും. അവർ ക്രിസ്തുവിലേക്ക് മടക്കി കൊണ്ടുവന്നവർ. ഇന്ന് പലരും അവർ സ്തോത്രം ദൈവവേലക്കാരായി കേരളത്തിൽ ശോഭിക്കുന്നത് എനിക്കറിയാം. പലപ്പോഴും ദർശനം നഷ്ടപ്പെട്ട ഒരു ആത്മീയ സമൂഹത്തിന് സ്തോത്രം ഈ ദൈവവചന ശുശ്രൂഷ അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നെങ്കിൽ ആത്മീയമായ പുതിയ ചില സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ. 2 വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 5-ാം വാക്യവും 1 കൊരിന്ത്യർ 5-ാം അധ്യായം 8-ാം വാക്യവും ആരെങ്കിലും വായിച്ച് സഹായിച്ചാൽ നല്ലതാണ്. ആമേ. അടുത്ത് 1 പത്രോസ് 5-ന്റെ 8-ാം വാക്യവും. പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റി നടക്കുന്നു. അടുത്ത വാക്യം നാം വായിച്ചത് ആത്മയുദ്ധവുമായി ബന്ധപ്പെട്ട് സങ്കല്പങ്ങളെയും ചിന്തകളെ വരെയും ദൈവവചനത്തിന് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് അനുസരണമാക്കി കൊണ്ടുവന്നില്ലെങ്കിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. സ്തോത്രം. പിശാചിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്കിപ്രകാരം കാണുവാൻ കഴിയുന്നു: നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോട്. അപ്പം തന്നെ ഞാൻ ഒരിക്കൽ സംസാരിച്ചവൻ പറഞ്ഞു, ഈ പൈശാചിക ശക്തികൾ മനുഷ്യനിൽ സ്വാധീനം ചെലുത്തുവാൻ തക്കവണ്ണം ഒത്തിരി ദുരാത്മ ശക്തികളുണ്ട്. അവ എപ്പോഴും മനുഷ്യ ശരീരത്തെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അവയ്ക്ക് അവസരം കൊടുത്താൽ അവ നമ്മളിൽ പ്രവർത്തിക്കും. അങ്ങനെയെങ്കിൽ അവസരം കൊടുക്കാതെ ക്രിസ്തീയ ജീവിതത്തെ കാത്തുപരിപാലിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. ഹല്ലേലൂയ. പ്രധാനമായി എങ്ങനെയാണ് ഒരു വ്യക്തിയെ വീഴ്ത്തുവാൻ തക്കവണ്ണം പിശാച് ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ? ഒന്നാമതായി ഹൃദയത്തിൽ മുറിവ് വരുത്തും. ആ മുറിവ് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ആ വ്യക്തിയിൽ അടുത്ത സംഭവിക്കുന്നത് ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകും. ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള വ്യക്തിയിൽ ഏത് പൈശാചിക ശക്തികൾക്കും ദുരാത്മ ശക്തികൾക്കും വളരെ ഈസിയായിട്ട് അവയുടെ പ്രവൃത്തിയെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും.
അതാണ് ഞാൻ പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കേ, ഒരു കാലത്ത് യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് കടന്ന പല വ്യക്തികൾ ഇന്ന് അതിനെതിരായി സംസാരിക്കുക. സ്തോത്രം. നമ്മളിത് കാണുമ്പോൾ ഇതിനെയൊന്നും മൈൻഡ് ചെയ്യാറില്ല. അവൻ പണ്ടേ അങ്ങനെ ആയിരുന്നെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കാരണം എവിടെയായിരുന്നു എന്ന് പല വ്യക്തികളും ചിന്തിക്കാറില്ല. അങ്ങനെയെങ്കിൽ സ്തോത്രം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു: സൂര്യൻ അസ്തമിക്കുവോളം പിശാചിന് ഇടം കൊടുക്കരുത്, കള്ളൻ ഇനി കക്കാതെ. സഹോദരങ്ങളെ ശ്രദ്ധിക്കൂ, 12 മണിക്കൂറാണ് പറയുന്നത്. 12 മണിക്കൂറിനകം വെച്ച് പരിഹരിച്ചില്ലെങ്കിൽ എന്തുവരും? പിശാചിന് വചനം പറയുന്നതാണേ. അപ്പം എൻ്റെ ഒരു ചോദ്യം, പല സംഘടനകളൊക്കെ പറയുന്നത് കേട്ട് 50 വർഷമായി ഞങ്ങൾ ചിന്നിച്ചിരുന്നത് ഇപ്പം പരിഹരിച്ചെന്ന്. ഹല്ലേലൂയ. ഒരു സഭയിൽ തന്നെ ബാക്കിലോട്ടിരുന്ന ഒരാരാധനയും ഫ്രണ്ടിലോട്ടിരുന്ന് വേറൊരു ആരാധനയും, രണ്ടുപേരും അന്യഭാഷയിലും ആരാധിക്കും. കറക്റ്റ്? ഹലോ, പ്രൈസ് ദി ലോർഡ്. പിന്നെ തങ്ങളുടെ കസേരയ്ക്ക് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി, സാമ്പത്യത്തിന് വേണ്ടി ആരുടെയും ഹൃദയത്തിൽ മുറിവ് വരുത്തുന്നതിന് ഒരു ചിന്തയുമില്ലാത്ത ആത്മീക സമൂഹങ്ങളായി ഉയർന്നിരിക്കുമ്പോൾ ദർശനമുള്ളവരെ ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിന് ആവശ്യം. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ, ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്ന പല വ്യക്തികളിൽ ഒരു 10 പേരെങ്കിലും ഇന്ന് ട്രിവാൻഡ്രത്ത് സുവിശേഷകരാക്കി എഴുന്നേൽപ്പിച്ച് നടത്തിയ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പലരും പലരുടെയും ഹൃദയത്തിൽ മുറിവുകൾ വരുത്തി. ഹീല് ചെയ്യുവാൻ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ആരെങ്കിലും മുറിവ് പറ്റിയവരായിരിക്കുന്നെങ്കിൽ കർത്താവിലേക്ക് മടങ്ങി വരൂ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. തിരുവചനത്തിൽ നിന്നും അതിനെ പുറത്തു നിന്ന് ഒത്തിരി എക്സാമ്പിൾ എനിക്ക് പറയാനുണ്ട്. സമയം തീരെ കുറവായെങ്കിലും ഞാൻ പറയാം. ഒരിക്കൽ മദർ തെരേസ എന്ന് പറഞ്ഞ ഒരു വ്യക്തി തൻ്റെ ചാരിറ്റിയുടെ പ്രവർത്തനവുമായി ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് സഹായിക്കാൻ പറഞ്ഞു. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി തുപ്പിയിട്ട് പറഞ്ഞു, നിനക്കുള്ളത് ഞാൻ തന്നു. അവരതിന് മറുപടി പറഞ്ഞു, എനിക്കുള്ളത് നിങ്ങൾ തന്നല്ലോ, പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് താ. അതിനെ എന്നോടാ പറഞ്ഞെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഞാൻ ആരോടും ചോദിക്കത്തില്ല. നിങ്ങളെ ഹൃദയത്തിൽ വേദനിപ്പിക്കുന്ന മുറിവുകൾ വരുത്തുന്നതിനെ പോസിറ്റീവായി തിരിച്ചില്ലെങ്കിൽ അവിടെ പിശാചിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ആത്മാവിൽ ആരാധിക്കുന്ന വിരൂപിയായ ഒരു അമ്മച്ചി നടന്നു പോകുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ, കടത്തിണ്ണയിലുള്ള ചില വ്യക്തികൾക്കൊക്കെ പാവപ്പെട്ടവരെ കാണുമ്പോൾ എന്തെങ്കിലും പറയാൻ തോന്നും. കറക്റ്റ്? അപ്പം വഴിയിൽ നിന്ന ചെറുപ്പക്കാരന്മാർ ആരാണ്ട് ഇറങ്ങി, ആ അമ്മച്ചിയുടെ പോക്ക് കണ്ടില്ലേ? അവർ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞടാ, നീ എത്ര നാൾ കൊണ്ട് ഈ കടത്തിണ്ണ ഇരിക്കുന്ന, ആരെങ്കിലും നിന്നെ മൈൻഡ് ചെയ്യുന്നോ? ആയിരങ്ങളിൽ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ എന്നെ വിവാഹം നിശ്ചയിച്ചിരിക്കുക. അവരെ ഏത് പിശാചിനാ തൊടാൻ പറ്റുന്നേ? പ്രൈസ് ദി ലോർഡ്. മുറിവുകളെ ഹീല് ചെയ്തില്ലെങ്കിൽ 12 മണിക്കൂറാണ് പറയുന്നേ, പിശാചിൻ്റെ പ്രവൃത്തി ആരംഭിക്കും. ഹല്ലേലൂയ. ഈ ഇടയ്ക്ക് സ്തോത്രം യൂട്യൂബിലൊക്കെ കണ്ട് ഞാനും ചിരിച്ച ഒരു സംഭവമാണ്. ഒരു ദൈവദാസൻ ഒരു ആളിനെ കൊണ്ട് ബൈബിൾ വായിക്കുന്നത് അറിയാമല്ലോ. ഹല്ലേലൂയ. കേട്ടപ്പം ചിരി വരും. പക്ഷേ അതിനെ ആ വ്യക്തി ചിരിച്ചു തള്ളിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അവൻ പിന്നെ ബൈബിൾ വായിക്കില്ല. മുറിവ് വരുത്താൻ എളുപ്പമാണ്,
പക്ഷെ സൗഖ്യമാക്കുന്നവനിലേക്ക് ഹൃദയത്തെ സമർപ്പിച്ചില്ലെങ്കിൽ അവിടെ ഗ്രൂപ്പിസം ആരംഭിക്കും, പൈശാചിക സ്വാധീനം ആരംഭിക്കും. ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി ശോഭിക്കേണ്ട പലരും ഇന്ന് സഭയ്ക്ക് തലവേദനയായി മാറുന്നതിൻ്റെ കാരണം എവിടെയോ ഹൃദയത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ട്, ആരൊക്കെയോ മുറിവ് വരുത്തിയിട്ടുണ്ട്. ഇന്ന് ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ സൗഖ്യമാക്കുന്ന, മുറിവുകളെ കെട്ടുന്ന ഒരു സ്വർഗീയ പിതാവ് ഇന്നും ഇതിൻ്റെ മധ്യമുണ്ട്. നമ്മളൊക്കെ പാടി ആരാധിക്കുന്ന ഒരു പാട്ടാണ്, പരനേ നിന്നെ കാൺമാൻ. ഹല്ലേലൂയ. വിജയിച്ചവരുടെ ഒക്കെ സ്റ്റോറി വായിക്കും. ഈ പാട്ടെഴുതിയ വ്യക്തിയുടെ ചരിത്രമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? എവിടെയൊക്കെയോ ജീവിതത്തിൽ മുറിവ് പറ്റിയതിൻ്റെ പിന്നിൽ അവർ മാറിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യത്യാസങ്ങൾ വരുത്തി, സാമ്പത്തികത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി വ്യക്തികളുടെ ഹൃദയങ്ങളിൽ മുറിവുകൾ വരുത്തുമ്പോൾ വചനം പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ചെറിയ വ്യക്തിക്ക് ഇടർച്ച വരുത്തിയാൽ അതിന് ന്യായവിധിയുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി യോദ്ധാക്കളായി നിൽക്കേണ്ട പല വ്യക്തികൾ മാറിപ്പോയതിൻ്റെ പിന്നിൽ പിശാച് വരുത്തിയ തന്ത്രമാണിത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പറയുന്നത്. പ്രിയ ദൈവമക്കളെ, പിശാച് ആദ്യമായി ഒരുപക്ഷെ മാതാപിതാക്കളെയാകാം, സഹോദരങ്ങളെയാകാം, ദൈവദാസന്മാരെയാകാം, കൂട്ടുവിശ്വാസികളെയാകാം, അവർ എഴുന്നേറ്റ് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തു വരുത്തും? മുറിവ് വരുത്തും. ഒരുപക്ഷെ അവരെ അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല. ഹല്ലേലൂയ. ആ മുറിവുകൾ സൗഖ്യമായില്ലെങ്കിൽ അതിൽ നിന്ന്, സ്തോത്രം, ഒരിക്കലും ചിലപ്പോൾ അന്യഭാഷ വരും, ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടാകത്തില്ല. എനിക്കറിയാം ഈ പറയുന്ന പല വ്യക്തികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന്. പക്ഷെ വചനത്തിൻ്റെ ഉറപ്പിൽ നിന്നാണ് ഈ സംസാരിക്കുന്നത്. 25 വർഷം ദൈവവചനം പ്രസംഗിച്ച പരിചയത്തിൽ നിന്നുമാണ് ഈ പറയുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. ദൈവാത്മാവ് ഒരുവനിലുണ്ട് എന്ന് ഫലത്താലാണ് അറിയുന്നത്, കൃപാവരത്താലല്ല. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, മുറിവുകൾ വരുത്തും. ആ മുറിവുകളെ സൗഖ്യമാക്കിയില്ലെങ്കിൽ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന അടുത്ത സ്റ്റെപ്പാണ് നെഗറ്റീവ് മൈൻഡ് സെറ്റ്. ഒരു വാക്യം വായിക്കാം. സദസ്യവാക്യം 4-ാം അധ്യായം 23-ാം വാക്യം. പെട്ടെന്ന് വായിക്കണേ. സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കണം. സ്തോത്രം. കാരണം ഈ ജീവന്റെ ആരംഭം അവിടെ നിന്ന് ആരംഭിക്കുന്നേ. ഹല്ലേലൂയ, ആമേൻ. ഒരു വ്യക്തിയിൽ മുറിവുകളുണ്ടായി അത് സൗഖ്യമായില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഓരോന്നായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ആ വ്യക്തിയിൽ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവും. കാരണം ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ തള്ളപ്പെട്ടവനാണ്. സ്തോത്രം. ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിനും എന്നെ വേണ്ടായോ? ഹല്ലേലൂയ. പല വ്യക്തികൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ടായി പറയുന്നേ. പക്ഷെ ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, സഭകൾക്ക് നിങ്ങളെ വേണ്ടെങ്കിലും, സംഘടനകൾക്ക് നിങ്ങളെ വേണ്ടെങ്കിലും, ലോകത്തിലെ ആർക്കും വേണ്ടെങ്കിലും, ഇന്ന് പകൽ എനിക്ക് ഉറപ്പായിട്ടൊരു കാര്യം പറയാൻ പറ്റും. പെറ്റതള്ള കൈവിട്ടാലും കൈവിടാത്ത ഒരു നല്ല അപ്പൻ നിങ്ങളെ സ്നേഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ വേദനകളെയും നിങ്ങളുടെ ഭാരങ്ങളെയും, ആമേൻ, മുഖം നോക്കാതെ നിങ്ങളുടെ ഹൃദയത്തെ നോക്കി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് ഇന്ന് പകൽക്കാലമുണ്ട്. അത് വിശ്വസിക്കുന്ന കരങ്ങളെ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചേ. ജീവിതത്തിൽ എന്ത് ഭാരം വന്നാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും ദൈവവിശ്വാസം നഷ്ടപ്പെടരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് ഉയരത്തിലുണ്ട്.
നെഗറ്റീവ് സ്തോത്രം മൈൻഡ് സെറ്റ് വരുമ്പോൾ രണ്ടാമതായി സംഭവിക്കുന്നത് ക്രിസ്തുവിൽ ഞാൻ ആരാണ് എന്ന ബോധ്യം നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഐഡന്റിറ്റിയെ അത് ബാധിക്കും. സ്തോത്രം. ആമേൻ. കർത്താവ് നിങ്ങളെ സ്തോത്രം വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചാൽ ഈ ലോകം മുഴുവൻ അശുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്തിനാ മൈൻഡ് ചെയ്യുന്നേ? ഹലോ, സ്തോത്രം. ഈ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ സർട്ടിഫിക്കറ്റ് ഈ ലോകത്തിലേ ഉള്ളൂ. മുകളിലോട്ട് ഇതിനൊന്നും ഒരു വിലയില്ല. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിൽ നാം ആരാണ് എന്ന ബോധ്യം ഏത് സാഹചര്യത്തിലും ഉണ്ടാകണം. എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ വില കൊടുത്ത് എന്നെ സ്നേഹിച്ച് മക്കളും അവകാശികളുമാക്കി ഇന്നും എന്നെ നിർത്തിയിരിക്കുന്ന ആ സ്നേഹത്തെ വിട്ടുപിരിയുവാൻ ഒരിക്കലും ഇടയാകരുത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി സ്തോത്രം നെഗറ്റീവ് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ആ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ആ വിളിയാലുള്ള ആശ എന്തെന്നൊന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണേ എന്ന് പറയുന്നത്. നിങ്ങളെ കർത്താവാ വിളിച്ചത്, അല്ലേ? തിരഞ്ഞെടുത്തത് കർത്താവാ, വില കൊടുത്തത് കർത്താവാ. എനിക്കറിയാം, പ്രാർത്ഥിച്ച എല്ലാ വിഷയമൊന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടന്നതെന്നൊന്നും അവകാശം പറയുന്ന പലരും കാണും. ആരുടെയും പ്രാർത്ഥനയുടെ മിടുക്കല്ല, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് പ്രത്യേക ഉദ്ദേശത്തോടെയാകയാൽ ആ ഉദ്ദേശത്തെ നഷ്ടപ്പെടുത്തുന്ന യാതൊരു ചിന്തയും ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ദൈവമക്കൾ ശ്രദ്ധിക്കുക, നമ്മുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും നഷ്ടമാക്കുന്ന യാതൊരു ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആമേൻ. അപ്രകാരം നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ തക്കവണ്ണം സ്വർഗത്തെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മൂന്നാമതായി ശ്രദ്ധിക്കണേ. ഞാൻ ആദ്യം വായിച്ച അതേ വാക്യത്തിലേക്ക് മടങ്ങി വരുന്നു. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ തെറ്റിക്കുവാൻ ചുറ്റി നടക്കുന്നു. ശ്രദ്ധിക്കൂ, മുറിവ് വരുത്തിയിട്ട് 12 മണിക്കൂറിനകം വെച്ച് സൗഖ്യമാകുന്നില്ലെങ്കിൽ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകും. എങ്ങനെ? കർത്താവിന് എന്നെ വേണ്ട. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ള ബോധ്യം നഷ്ടപ്പെടും. നിങ്ങളെ വിളിച്ച വിളിയെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെടും. അതുണ്ടായാൽ സ്തോത്രം, അലറുന്ന പിശാചിന് തൻ്റെ ആയുധം നിങ്ങളിൽ പ്രയോഗിക്കാൻ പറ്റും. സ്തോത്രം. അത് കോപമായി, ക്രോധമായി, ഭിന്നതയായി, വിദ്വേഷമായി, ദൈവപ്രവർത്തിക്ക് എതിരായി മാറുന്ന ഒരു കൂട്ടത്തെ ഈ ലോകത്തിൽ ഇന്നും എഴുന്നേൽപ്പിക്കുവാൻ പിശാച് ശക്തമായി പ്രവർത്തിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ സമയം പോയല്ലോ. ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്തൊക്കെ ജീവിതത്തിൽ നഷ്ടമായാലും ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ള ബോധ്യം നഷ്ടമാകരുത്. ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും തള്ളാത്ത ഒരപ്പൻ ഉയരത്തിനുണ്ട് എന്ന ബോധ്യം നഷ്ടമാകരുത്. ലോകത്തിലേതെങ്കിലും എല്ലാം നഷ്ടമായാലും യേശു കർത്താവിനെ ഈ ലോകത്തിലെ ചില സ്ഥാനത്തിനും മാനത്തെ ഉണ്ടാക്കാനല്ല വിളിച്ചത്. എന്നെ ഒരു പ്രത്യേക വ്യക്തിയാക്കി ദൈവരാജ്യത്തിൻ്റെ റെപ്രസെൻറ്റീവായി ഈ ലോകത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ബോധ്യവും നഷ്ടമാകരുത്. പ്രിയ കർത്താവേ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്ന അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലവും വെളിപ്പെടുന്നതിനായി സ്തോത്രം. ചുരുക്കം ചിലരാണെങ്കിലും കർത്താവേ, ഹല്ലേലൂയ, രാജ്യങ്ങളെ തിരിപ്പിക്കുന്ന നിലയിൽ, ആർക്കും മറിച്ചു കളയുവാൻ പറ്റാത്ത നിലയിൽ ശക്തമായി അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കൂട്ടത്തെ സ്വർഗമിതിൽ വേർതിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.